ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ അപ്പോസ്റ്റസി നിയമങ്ങൾ നടപ്പിലാക്കുന്നത്, ബ്ലാസ്ഫമി നിയമങ്ങൾ നടപ്പിലാക്കുന്നത്, അവരുടെ കൈകാലുകൾ വിപരീത ചെന്ന് വെട്ടുന്നത്. നിങ്ങൾ ഇറാനിൽ പോയി നോക്ക്, സൗദിയിൽ പോയി നോക്ക്, UAE പോയി നോക്ക്, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോയി നോക്ക്. നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഇല്ല എന്ന് പറഞ്ഞ് വാദിച്ചിട്ട് ഇതേപോലെ 1 ലക്ഷം രൂപയ്ക്ക് വാത് വെച്ച് കഴിയുമ്പോ ഇതുപോലെ ഞാൻ പറയാൻ നിൽക്കരുത്. നിങ്ങളൊരു യൂട്യൂബിൽ ഒരു ക്ലിപ്പ് കണ്ടായിരുന്നു. അത് മറ്റേ പ്രവാചകനെ വിമർശിച്ചാല് തല വെട്ടണം, എതിർ ദിശയിൽ നിന്ന് കാലും കൈയും വെട്ടണമെന്ന് ഖുർആൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ സാറേ, പട്ടാളം മുഴുവൻ വന്നാലും ഇതുങ്ങളെ നേരെയാക്കാൻ ഒക്കെയില്ല. അത് കാണിച്ചു തരാൻ പറ്റുവാന്ന് ചോദിക്കാൻ വേണ്ടിയാ. നിങ്ങൾക്ക് തപ്പി നോക്കാൻ പാടില്ലേ? ഇല്ല, എനിക്ക് തപ്പി നോക്കണ്ട. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാണിച്ചു തരാമോ? കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അല്ല, നിങ്ങൾ കാണിച്ച. അതെ, കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയാൻ അങ്ങനെ സംഭവം ഇല്ലാന്ന്. നിങ്ങൾ തപ്പി നോക്കിയോ? തപ്പി നോക്കേണ്ട കാര്യമില്ല. അത് എന്തായാലും അറിയാവോ? അങ്ങനെ എല്ലാം അറിയില്ല സാർ, പക്ഷേ സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റുന്ന കോൺഫിഡൻസ് നോക്കിയാൽ മതി. തപ്പി നോക്കുന്നു. അതെന്താണ് തപ്പി നോക്കേണ്ടത്? എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന വിശ്വാസമാണോ? നിങ്ങൾ ഗൂഗിൾ ഉണ്ടോ? ഞാനത് ഓതി നോക്കുന്നതാണത്. പഠിച്ചിട്ട് തന്നെയാ ഞാൻ പറയുന്നത്. നിങ്ങൾ കയ്യിൽ ഗൂഗിൾ ഉണ്ടോ? നിങ്ങള് റീച്ച് കിട്ടാനും കയ്യിൽ ഗൂഗിൾ ഉണ്ടോ? ഗൂഗിള് നോക്കണ്ട. ഞാൻ എന്റെ ഖുർആനുണ്ടല്ലോ, പിന്നെ എനിക്ക് ഗൂഗിൾ നോക്കേണ്ട കാര്യമല്ലോ. നീ 10ാം ക്ലാസ് പാസ്സാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആവശ്യമുള്ള നോക്കും മനസ്സിലാ. ഖുർആൻ എടുക്കുക, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഖുർആൻ എടുക്കുക, നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. നമുക്ക് ഒരുമിച്ച് വായിക്കാന്നേ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിങ്ങളൊന്ന് കാണിച്ചാൽ നിങ്ങൾ പറയുന്നല്ലേ. പറയുമ്പോ നിങ്ങൾ പറയും ഖുർആനിലില്ല. നിങ്ങൾക്ക് ഞാൻ 1 ലക്ഷം ഇനാം പ്രഖ്യാപിക്കും. നല്ലൊരു തുക ഞാൻ നിനക്കും തരാം. അപ്പൊ കണ്ടത് കെണിയായിരുന്നില്ല, നല്ലൊരു കണി തന്നെ ആയിരുന്നല്ലേ? അതേടാ. 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ ഞാൻ പ്രഖ്യാപിക്കുന്നു. കാണിച്ചു തരാം നിങ്ങൾക്ക്. 1 ലക്ഷം രൂപ തരുമോ? കാണിച്ചെന്നാ തരാം. 1 ലക്ഷം രൂപ വരും. ഇല്ലെങ്കിൽ എനിക്ക് എന്ത് വരും? അതായത് ഇങ്ങനെ ഒരു ആയത്തില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും. നിങ്ങൾ എന്ത് വരും? എന്താ നിങ്ങളെ വാദം ശരിക്കും പറയൂ. നീ പിന്നെ മാറ്റി പറയരുത്. കോൾ റെക്കോർഡാണ്. മാറ്റി പറയത്തില്ല. നിങ്ങളെ ക്ലിപ്പ് എന്റെയിലുണ്ട്. നിങ്ങൾ ക്ലിപ്പുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി പറയൂ. സ്റ്റേറ്റ്മെന്റ് മിനിഞ്ഞാന്ന് കണ്ടേണപ്പ. ഞാൻ അതുപോലെ വിളിക്കുന്നതാണ്. നിങ്ങൾ എടുത്തിട്ട് പിന്നെ നിങ്ങൾ പറയൂ. സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി പറയും. ഇനി മാറ്റി പറയരുത്, അതുകൊണ്ട് പറയണം. ഇല്ലില്ല, ഞാൻ മാറ്റി പറയത്തില്ല. അതായത് കൈകാലുകൾ മുഹമ്മദ് നബിക്കും അള്ളാഹുവിനും എതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന ആയത്ത്, അങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്താണ് ഒരു സൈഡ് വലിവ്? നിങ്ങളൊന്ന് കാണിച്ചാ. നിങ്ങൾ പറഞ്ഞ എന്റെ ക്ലിപ്പുണ്ടല്ലോ. ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും. പ്രവാചകന് നിങ്ങൾ പറഞ്ഞത് പ്രവാചകനെ വിമർശിച്ചാല് തല വെട്ടണം, കൈകാലുകൾ എതിർ ദിശയിൽ വെട്ടണമെന്ന് നിങ്ങൾ ഒരു അവിശ്വാസി, ഒരു ഹിന്ദു സഹോദരനാണ് അതാ വിളിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു. മനസ്സിലായി? അത് എനിക്ക് കാണിച്ചു തരണം. അപ്പൊ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന് പറയുന്ന ഒരു സൂക്തം ഖുർആനിലില്ല. ഇതാണ് നിങ്ങളുടെ വാദം? അല്ല, അത് വരെ നിങ്ങൾ പ്രവാചകൻ ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? വിമർശിച്ചാല് അപ്പൊ അതുണ്ടോ? അതുണ്ട്. ഖുർആനിലുണ്ട്. ഈ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്നുള്ളതുണ്ട്. ഇത് ഉരുളല്ല. നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. നിങ്ങളൊന്ന് സമാധാനിക്കും. അതെനിക്ക് വേണം, അത്യാവശ്യമുണ്ട്. പൈസ കിട്ടിയിട്ട് വളരെ അത്യാവശ്യമുണ്ട്. നിങ്ങളിത് കേൾക്കും. അപ്പൊ നിങ്ങളിത് കേൾക്കും. ശരി, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ കേൾക്കും. അപ്പൊ നിങ്ങൾ പറയുന്നത് ഖുർആനിൽ അങ്ങനെ ആയത്തുണ്ട് എന്നാണോ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നോക്കിയോളാം. ഇപ്പൊ നോക്കാം. നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു സൂക്തം ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ സംഭവമില്ല. ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. എന്ത് സംഭവം ഇല്ല എന്നാ ഈ പറയുന്നതെന്ന് പറയൂ. നിങ്ങൾ പറഞ്ഞ സംഭവം ഇല്ല. എന്താണ് ഞാൻ പറഞ്ഞ സംഭവം? നിങ്ങൾ പറഞ്ഞ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഉരുണ്ട് കളിക്കില്ലേപ്പാ. ഇത് ഉരുണ്ട് കളിക്കല്ല. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് മാറ്റി മാറ്റി പറയുന്നു. നിങ്ങൾ 2 തേഞ്ഞൊട്ടി. ഇത് തേഞ്ഞൊട്ടുന്നതിന്റെ കേസല്ല. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ട് പറയൂ. വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന ആയത്ത് ഖുർആനിലുണ്ടോ ഇല്ലേ? അത് വേറെ സംഭവമായിട്ടാ ബന്ധപ്പെട്ട. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഏത് സംഭവമാണെന്ന് പറയും.
ഏത് സംഭവമാണ് അത് ഞാൻ പിന്നെ പറഞ്ഞു. അത് നിങ്ങൾ പറയൂ, ഏതാണ് ആ സംഭവം എന്ന് പറയൂ. നിങ്ങൾ ഏതാണ് ആ സംഭവം എന്ന് പറയൂ. ഞാൻ പറഞ്ഞ ആയത്ത് ഇതല്ലേ? നിങ്ങൾ പറയപ്പോ നിങ്ങൾ ഖുർആൻ സുഹൃത്താന്ന് പറ, ഏതായത്തെന്ന് പറ, ഒന്ന് പറഞ്ഞ. ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ ഉണ്ടോ ഇല്ലേ? നിങ്ങൾ ആദ്യം അത് പറയൂ. ഇല്ല, അങ്ങനെ ഒരു ആയത്തില്ല. അങ്ങനെ അതായത് കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന് പറയുന്ന ഒരു ആയത്തില്ല. വെട്ടുന്ന ആയിട്ടുണ്ട്, ഉണ്ട്. എന്തിനാണ് വെട്ടാൻ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായിട്ട് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം. അത് എന്തിനു വെട്ടണം എന്നാ പറഞ്ഞിരിക്കണെന്ന് പറയൂ. നിങ്ങൾ അതുമായിട്ട് കൂട്ടിക്കിടക്കല്ലേ? എന്തിനു വെട്ടണം എന്നാണ് പറഞ്ഞതെന്ന് പറയൂ. നിങ്ങൾ എന്തിനാ വെട്ടണ്ടേന്ന് പറയൂ. എന്തിനാണ് വെട്ടാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയൂ. വെട്ടാൻ പറഞ്ഞിരിക്കുന്നത് നിന്നെ പോലത്തെ ഇതേപോലെ വൃത്തികെട്ട വർത്താനം പറയുന്നവരെ വെട്ടാനാണ് അന്ന് മദീനയില് പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ഈ കഥ നീങ്ങുന്നത് വേറൊരു ട്രാക്കിലാണ്. മുഹമ്മദ് നബിക്കും അള്ളാഹുവിനും എതിരെ പ്രവർത്തിക്കുന്നവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം, തല വെട്ടണം, അവരെ കുരിശിലേറ്റണം. ഇങ്ങനെ ഒരു സൂക്തം ഖുർആനിൽ ഉണ്ടോ ഇല്ലേ? ഇല്ലില്ല, അങ്ങനെ ഒരു സുഹൃത്തില്ല. അങ്ങനെ ഒരു സൂക്തം ഇല്ല. ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ തരുമോ? ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ തരും. ഓക്കെ, അതായത് അള്ളാഹുവിനും പ്രവാചകനും എതിരിൽ പ്രവർത്തിച്ചാൽ, അവർക്കെതിരെ യുദ്ധം ചെയ്താൽ, ഈ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിച്ചാൽ അവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം, കുരിശിലേറ്റണം, കൊല്ലണം. ഇങ്ങനെ ഒരു ആയത്തില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഉറപ്പാണ്? അത് ഉറപ്പാണോ? എന്താ നിങ്ങൾ പിന്മാറരുത്. നിങ്ങൾ 1 ലക്ഷം രൂപ എനിക്ക് തരണം, ഞാൻ കാണിച്ചു തരും. ഞാൻ 1 ലക്ഷം രൂപ തരും. എന്നാതെ ഖുർആൻ എടുക്ക്. എടുത്തോ? ഇല്ല, എടുത്തില്ല. ഖുർആൻ എടുക്ക്, എടുത്തിട്ട് പറ. കയ്യിന്ന് പോയടാ ചാർലി. ഏത് സുഹൃത്താ? ഖുർആൻ എടുത്തോ? അല്ല, ഏത് സുഹൃത്താന്ന് പറ. ഖുർആൻ എടുത്തോ? ഖുർആൻ എടുക്കാൻ ഞാൻ പുറത്തേക്ക് വീട്ടിൽ പോകണം. അതായത് മൊബൈലില്ലേ? മൊബൈലില് ഇതില്ല, ആപ്പില്ല? മൊബൈല് ഞാൻ ഇല്ല. അതെന്തേ? ഇല്ല, അത് ആപ്പില്ല. അത് നിങ്ങൾ എടുക്ക് ഇപ്പൊ തന്നെ. എനിക്കിപ്പോ വൈകിട്ട് നിങ്ങൾ പാതിരാത്രി വരെ കാത്തിരിക്കാനൊന്നും പറ്റില്ല. കയ്യോടെ തീർന്നു. ഒരു 10 മിനിറ്റത്തെ കാര്യം പോരെ? എന്നാ വേഗം ചെല്ല്, വീട്ടിൽ പോയിട്ട് വിളി. ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല കേട്ടോ. ഹലോ, ഖുർആൻ എടുത്തോ? എടുത്ത്. ഓക്കെ, അപ്പൊ വീട്ടിലെത്തി. ഓക്കെ, സൂറത്ത് മാഇദ 5. ഇനി 33-ാമത്തെ സൂക്തം എടുക്ക്. ഒന്ന് വായിച്ച് മലയാളം അർത്ഥം വായിക്കേ. അത് അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടിയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നെടുക്കപ്പെടുകയോ കുരിശിക്കപ്പെടുകയോ അവരുടെ കൈകാലിൽ കാലുകളും. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട്? എനിക്കറിയില്ല. വെക്കേണ്ട കാര്യമില്ലല്ലോ, അതിനകത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ തോക്കി കയറി. അത് ശരി, നിങ്ങൾ മുഴുവൻ വായിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് തന്നെ. എന്താ വായിച്ചേ? മുഴുവൻ വായിക്കേ. ഞാൻ നല്ല ഈണത്തിൽ വായിച്ചുതരാം. നിങ്ങൾ അറബിയിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ. അള്ളാഹുവോടും അവന്റെ ദൂതനോടും യുദ്ധത്തിലേർപ്പെടുകയും ഭൂമിയിൽ കുഴപ്പം കുത്തിപ്പൊക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷ വധമോ, കുരിശിലേറ്റലോ, കൈകാലുകൾ എതിർദിശകളിൽ മുറിച്ചു കളയലോ, നാടുകടത്തലോ ആണ്. കേട്ടോ? ഇനി ഇതിൽ പറയൂ, എന്താണ് ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെയും അവന്റെ ദൂതനോടും യുദ്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്ലെയിൻ ചെയ്യും. ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ആയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡെഫിനിഷൻ വേറെ. നിങ്ങൾ ഒരു ഡെഫിനേഷനും വേറെ ഇല്ല. ഇതിന്റെ ഒരു ഡെഫിനേഷനും വേറെ ഇല്ല. ഈ നിയമത്തിന്റെ ഈ വേജിംഗ് വാർ അഗെയിൻസ്റ്റ് അള്ളാഹ്, വേജിംഗ് വാർ അഗെയിൻസ്റ്റ് ഗോഡ് എന്ന് പറയുന്ന ഒരു ശരിയ നിയമം തന്നെയുണ്ട്. അതിന്റെ അടിസ്ഥാനം ഈ സൂക്തമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ അപ്പോസ്റ്റസി നിയമങ്ങൾ നടപ്പിലാക്കുന്നത്, ബ്ലാസ്ഫമി നിയമങ്ങൾ നടപ്പിലാക്കുന്നത്, അവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടുന്നത്. നിങ്ങൾ ഇറാനിൽ പോയി നോക്ക്, സൗദിയിൽ പോയി നോക്ക്, UAE പോയി നോക്ക്, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോയി നോക്ക്. നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഇല്ല എന്ന് പറഞ്ഞ് വാദിച്ചിട്ട് ഇതേപോലെ 1 ലക്ഷം രൂപയ്ക്ക് വാദ വെച്ച് കഴിയുമ്പോ ഇതുപോലെ പിന്നെ പറയാൻ നിൽക്കരുത്. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ പറയൂ, ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ പറയുന്ന ബ്ലാസ്ഫമി നിയമം ഇന്ന് ലോകത്ത് 12 ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഈ മതം വിട്ടവനെ കൊല്ലുന്നത് അടക്കമുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനം ഈ സൂക്തമാണ്.
ഈ അടുത്ത കാലത്ത് അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പോയി പഠിക്കണം. അത് പഠിച്ച ആളുകൾ, അത് അറിയുന്ന ആളുകൾ അത് പറയുമ്പോൾ നിങ്ങൾ കടന്ന് മെഴുകരുത്. ഇതാണ് കോയമാരുടെ കുഴപ്പം.